ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. PGBPയുടെ 4ാമത്തെ പാർട്ടാണിത്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ വരുന്ന ഡിഡക്ഷൻസ്, അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മറ്റ് ഹെഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം ഡിഡക്ഷൻസ് ഈ ഒരു ഹെഡിൽ വരുന്നുണ്ട്. PGBPയുടെ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ സെക്ഷൻ 30 to 36 വരെയുള്ള ഡിഡക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്, പ്രോഫിറ്റ് ഏൺ ചെയ്യാമെന്നാണ്. അപ്പോൾ വെറും ആ ഒരു മോട്ടീവ് വെച്ച് മാത്രം ഒരു ബിസിനസ്സിനെ സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒപ്പം എന്ത് വേണം, ആ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഒരു സൊസൈറ്റിയിലാണ്, ഒരു പബ്ലിക്കിലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സൊസൈറ്റിനോട് ഒരു കമ്മിറ്റ്മെൻറ്റ് തിരിച്ച് ബിസിനസ്സിന് വേണം. സോ ഒരു സൊസൈറ്റിയുടെ വെൽഫെയർ, അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ സൊസൈറ്റിയിലുള്ള അഗ്രികൾച്ചർ, എംപ്ലോയീസ്, അവരുടെ എല്ലാം വെൽഫെയറിനും ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഒരു ബിസിനസ് എന്തായാലും ആക്ടിവിറ്റീസ് ചെയ്തിരിക്കണം. ഓക്കെ, എങ്കിലാണ് നല്ല രീതിയിൽ ഒരുപാട് കാലം ആ ഒരു സൊസൈറ്റിയിലെ ബിസിനസ്സിന് നല്ലൊരു പ്രോഫിറ്റോട് കൂടി റൺ ചെയ്യാനും ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനും സാധിക്കുള്ളൂ. ക്ലിയർ? സോ ഇങ്ങനെ സൊസൈറ്റിയോട് കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ചിട്ട് റൺ ചെയ്യുന്ന ബിസിനസ്സിന് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പെൻസസ് അവർക്ക് ഇൻകർ ചെയ്യാം. അപ്പോൾ ആ എക്സ്പെൻസസിൻ്റെ മുകളിൽ ഗവൺമെൻറ് ഡിഡക്ഷൻസ് അനുവദിക്കുന്നുണ്ട്. അതുവഴി ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്, അങ്ങനെയുള്ള ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അവർക്ക് വീണ്ടും അങ്ങനെയുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടാക്സിൽ നിന്നും ആ ഒരു ആക്ടിവിറ്റിക്ക് ചിലവായിട്ടുള്ള എക്സ്പെൻസസിന് ഇളവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഈ അലൗഡ് ആയിട്ടുള്ള PGBPയുടെ അണ്ടറിൽ അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം ഓർമ്മയിൽ വെക്കണം. ഈ ഒരു PGBPയുടെ അണ്ടറിൽ ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത് കൂടുതലും ഇങ്ങനെ സോഷ്യലി വെൽഫെയർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പബ്ലിക് വെൽഫെയർ, അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിന് ചിലവാകുന്ന എക്സ്പെൻസസിനാണ് കൂടുതലും ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത്. അല്ലാത്തതും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. എന്തൊക്കെയാണ് ഡിഡക്ഷൻസ്, ഏതൊക്കെ ഐറ്റംസാണ് ഡിഡക്ഷൻസ് വരുന്നത്, എത്ര % ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ഒരു ഡിഗ്രി ലെവലിൽ ഇതത്ര അധികം എക്സ്പാൻഡ് ചെയ്തിട്ടൊന്നും പഠിക്കാനില്ല. PG ലെവലിലാണ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഏതൊക്കെയാണ് ഡിഡക്ഷൻസും അതിൻ്റെ % ലെവലൊക്കെ മനസ്സിലാക്കി പോവാം. PGBPയുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള വലിയ എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ രീതിയിലൊക്കെ ഡിഡക്ഷൻസ് ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ വരാം. അപ്പോൾ അതിൻ്റെ % മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് കാണുകയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടിയിട്ട് എനേബിൾ ചെയ്യുക. എന്നാലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻകം ടാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇതുവരെ നമ്മൾ ഇൻകം ടാക്സിൽ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സസിൻ്റെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ മുകളിൽ ഐകാർഡ്സിലെ നോട്ടിഫിക്കേഷൻ വരും. അത് ക്ലിക്ക് ചെയ്താലും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ സമയം കളയാണ്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഡിഡക്ഷൻസ് അലൗഡ് അണ്ടർ PGBP. ഓക്കെ, അതിൽ സെക്ഷൻ 30 to 36 വരെയാണ് കേട്ടോ പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് നോക്കാം. എക്സ്പെൻസസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ബിസിനസ് പ്രിമിസസ്, സെക്ഷൻ 30 പ്രകാരം വരുന്ന ഡിഡക്ഷനാണ്. അതായത് പ്രിമിസസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഫിക്സ്ഡ് അസറ്റ് ആയിരിക്കാം. ബിസിനസ്സിന് അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രിമിസസ്, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും എക്സ്പെൻസസ് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ എക്സ്പെൻസസ് വരാം? റെൻറ്റിനാണ് ഹൗസ് എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ റെൻറ്റ് വരാം, റേറ്റ്സ് വരാം, ടാക്സസ് വരാം, പിന്നെ റിപ്പയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ ആ ഒരു പ്രിമിസസിന് എന്തെങ്കിലും റിസ്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് പ്രീമിയം. അപ്പോൾ ഈ രീതിയിലുള്ള എക്സ്പെൻസസ് എല്ലാം ഡിഡക്ഷൻ അലൗഡ് ആണ്. പിന്നെ എന്തെങ്കിലും
amount paid on account of land, revenue, local taxes and municipal taxes. അപ്പോൾ ഇതിൽ മെയിൻ കണ്ടീഷൻ വന്നിട്ട് പ്രീമിസസ് ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രീമിസസ് ആയിരിക്കണം. അതാണ് കണ്ടീഷൻ. ഓക്കെ, അല്ലാത്ത രീതിയിൽ നോർമലി പേഴ്സണൽ യൂസിന് അല്ലെങ്കിൽ മറ്റ് ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതിന് ഈ ഒരു സെക്ഷൻ പ്രകാരം ഡിഡക്ഷൻ ഇല്ല. ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് മാത്രമാണ് ഡിഡക്ഷൻസ് അലൗഡ് ആയിട്ടുള്ളൂ. ക്ലിയർ? ഇനി രണ്ടാമത് എന്താ? റിപ്പയേഴ്സ് ആൻഡ് ഇൻഷുറൻസ് ഓൺ മെഷീനറി, പ്ലാന്റ് ആൻഡ് ഫർണിച്ചർ, സെക്ഷൻ 31. ഈ ഒരു സെക്ഷനിലും ഫിക്സഡ് അസറ്റിൻ്റെ കാര്യം തന്നെ പറയുന്നത് മെഷീനറി, പ്ലാന്റ് ആൻഡ് ഫർണിച്ചർ. അതിൻ്റെ റിപ്പയേഴ്സ് ആൻഡ് ഇൻഷുറൻസ് മാത്രമാണ് പെടുള്ളൂ. ബാക്കി ഓൾ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടില്ല. റിപ്പയേഴ്സ് ആൻഡ് ഇൻഷുറൻസ് ഓൺലി. അതായത് റിപ്പയേഴ്സ് എന്ന് പറയുമ്പം അത് കേടുപാടുകൾ സംഭവിക്കാം. കുറേ കാലം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യല്ലേ ഫിക്സ്ഡ് അസറ്റ് ബിസിനസ്സിന്. അപ്പോൾ കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അത് റിപ്പയർ ചെയ്യാനുള്ള എക്സ്പെൻസസ്. പിന്നെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴെന്താ, ആ ഒരു അസറ്റിൻ്റെ മുകളിൽ അതിൻ്റെ ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ട് ആ ഒരു ലോസ് അല്ലെങ്കിൽ റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുക്കാം ബിസിനസ്. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇൻഷുറൻസ് പ്രീമിയം അടക്കണമല്ലോ. അപ്പോൾ ആ ഒരു പീരിയോഡിക്കലി ഇൻഷുറൻസ് പ്രീമിയം അടക്കണം. ഇൻഷുറൻസ് പ്രീമിയം എന്നുള്ളത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസസ് ആണ്. സോ അതിൻ്റെ മുകളിൽ നമുക്ക് ഡിഡക്ഷൻസ് അലൗഡ് ആണ്. ദെൻ തേർഡ് വൺ ഇസ് എന്താണ്? ഡിപ്രിസിയേഷൻ. അപ്പോൾ അതിൽ അവിടെ മിസ്റ്റേക്ക് ഉണ്ട്, 3.14 അല്ല കേട്ടോ, തേർഡാണ് ഡിപ്രിസിയേഷൻ. സെക്ഷൻ 32 ആണ് ഡിപ്രിസിയേഷൻ. നമ്മൾ ഓൾറെഡി സെക്കൻഡ് പാർട്ടിൽ അങ്ങാണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവർ കണ്ടു നോക്കാം. ഡിപ്രിസിയേഷനും നമുക്ക് ഡിഡക്ഷൻ അലൗഡ് ആണ്. ദെൻ ഫോർത്ത് വൺ, ടീ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്, കോഫി ഡെവലപ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് റബ്ബർ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്, സെക്ഷൻ 33AB. അതും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് കാണാത്തവർ കണ്ടു നോക്കും. ഇനി അഞ്ചാമത്തെ ഡിഡക്ഷൻ എന്താ പറഞ്ഞത്? സൈറ്റ് രജിസ്ട്രേഷൻ ഫണ്ട്, സെക്ഷൻ 33ABA. ഇത് അപ്ലിക്കബിൾ ആവുന്നത് പ്രോസ്പെക്റ്റിംഗ് ഫോർ പെട്രോളിയം ഓർ നാച്ചുറൽ ഗ്യാസ് ഓർ എക്സ്ട്രാക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് പെട്രോളിയം ഓർ നാച്ചുറൽ ഗ്യാസ് ഓർ ബോത്ത് ഇൻ ഇന്ത്യ. സൈറ്റ് രജിസ്ട്രേഷൻ ഫണ്ട്, അതായത് പുതിയതായിട്ട് സൈറ്റ് റീസ്റ്റോർ, അതായത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസസ്. ഇത് ഡിഡക്ഷൻ കിട്ടുന്നത് പെട്രോളിയം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ രണ്ടും അത് ഇന്ത്യയിൽ എക്സ്ട്രാക്ഷൻ നടത്തുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ബിസിനസ്സിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന അസസി ആരാണോ അവർക്കാണ് ഈ ഒരു ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിൽ കണ്ടീഷൻ വരുന്നത് എന്താണ്? ഈ ഒരു ഡിഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ ഈ ഒരു ബിസിനസ് നടത്തിയിട്ട് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 20% ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഇസ് ലെസ്, ഏതാണ് കുറവ് ആ ഒരു എമൗണ്ട് ആയിരിക്കും ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെക്ഷൻ 33ABA ആണ് ഈ ഒരു ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത്. പെട്രോളിയം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് അതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് ഇന്ത്യയിലായിരിക്കണം, ഫോറിൻ പാടില്ല, ഇന്ത്യയിൽ അങ്ങനെ ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിൽ ഏർപ്പെടുന്ന അസസി ആരാണോ അവർക്കാണ് ഈ ഒരു ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത്. അപ്പോൾ മസ്റ്റായിട്ടും ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കണം, എങ്കിലാണ് ഡിഡക്ഷൻസ് അലൗഡ് ആവുള്ളൂ. അപ്പോൾ അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടും ആ ഒരു ബിസിനസ് നടത്തിയിട്ട് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 20% കമ്പയർ ചെയ്തിട്ട് ഏതാണോ കുറവ് ആ ഒരു എമൗണ്ടാണ് ഡിഡക്ഷൻ അലൗഡ് ആവുന്നത്. ഇനി ആറാമത്തതാണ് എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച്, സെക്ഷൻ 35 പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ പ്രോബ്ലമൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. ഇനി ഏഴാമത്തതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു ഒബ്റ്റൈൻ ലൈസൻസ് ടു ഓപ്പറേറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ്, സെക്ഷൻ 35AAB. ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് നടത്താൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈസൻസ് വേണം. അപ്പോൾ ആ ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ചിലവായിട്ടുള്ള എക്സ്പെൻസസ്, അത് ഏത് എക്സ്പെൻസസ് മാത്രമാണ്? ക്യാപിറ്റൽ എക്സ്പെൻസസ്.
ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺലി, അതാണ് ഡിഡക്ഷൻസ് അലൗഡ് ആവുള്ളൂ. റവന്യൂ ഇവിടെ വരുന്നില്ല. പക്ഷെ റവന്യൂ വരുന്ന ഇതുണ്ട്, അത് സെക്ഷൻ 37 പ്രകാരമാണ് റവന്യൂ എക്സ്പെൻസസ് ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത്. ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കേസ് മാത്രം പറയുന്നുള്ളൂ സെക്ഷൻ 35A(a)(b)യിൽ. ഓക്കെ, അപ്പോൾ അതിലെന്താ പറയുന്നത്, അവിടെ അപ്ലിക്കബിൾ ആവുന്നത് ഏത് SSC ആണ്? SSC ഹാസ് ഇൻകേർഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫോർ അക്വയറിംഗ് റൈറ്റ് ടു ഓപ്പറേറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് നടത്താൻ വേണ്ടിയിട്ട്, അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഉള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വരുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനാണ് ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നുള്ളൂ. എന്താണ് അലൗഡഡ് ഹാസ് ഡിഡക്ഷൻ ഇൻ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ഫോർ ദ റിലവൻസ് പ്രീവിയസ് ഇയർ. അതായത് ഡിഡക്ഷൻസ് എങ്ങനെയാണ്? ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ബേസിലാണ്. ലൈസൻസ് ഒബ്റ്റൈൻ ചെയ്തിട്ടുള്ള ആ ഒരു പീരീഡ് മുതൽ, ആ ഒരു പ്രീവിയസ് ഇയർ മുതലാണ് ഡിഡക്ഷൻസ് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റിലാണ് അലൗഡ് ആവുന്നത്. ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് 1 lakh ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എങ്കിൽ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ 20,000 വെച്ചിട്ടാണ് ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, 8ാമത്തെ ഡിഡക്ഷനാണ് ഡൊണേഷൻ ഫോർ സോഷ്യൽ വെൽഫെയർ എക്സ്പെൻഡിച്ചർ ഓൺ എലിജിബിൾ പ്രോജക്റ്റ് ഓർ സ്കീം. അത് സെക്ഷൻ 35AC ആണ് പറയുന്നത്. അതിലെന്താ നോക്കാം, എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ദ പ്രൊജക്റ്റ് ഓർ സ്കീം വിച്ച് ഈസ് മെൻറ്റ് ഫോർ പ്രൊമോട്ടിംഗ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് വെൽഫെയർ ഓർ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് പബ്ലിക് ഹാസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അതായത് ഒരു ബിസിനസ് എൻ്റർപ്രൈസ് സൊസൈറ്റിയുടെ വെൽഫെയർ അല്ലെങ്കിൽ ഇക്കണോമിക് വെൽഫെയർ അല്ലെങ്കിൽ പബ്ലിക് അപ്ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എലിജിബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് അല്ലെങ്കിൽ സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡിഡക്ഷന് അലൗഡ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്തിരിക്കണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ 100% ഡിഡക്ഷൻ വിൽ ബി അലൗഡ്. എത്ര എമൗണ്ട് ആണോ എക്സ്പെൻസസ് ആയിട്ട് ചിലവാക്കിയിട്ടുള്ളത് അതിൻ്റെ 100% ഡിഡക്ഷൻസ് അലൗഡ് ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി 9ാമത്തേതായിട്ട് വരുന്നത് എക്സ്പെൻഡിച്ചർ ഓൺ സ്പെസിഫൈഡ് ബിസിനസ് സെക്ഷൻ 35AD. ഇവിടെ അപ്ലിക്കബിൾ ടു ഓൾ SSC എൻഗേജ്ഡ് ഇൻ സ്പെസിഫൈഡ് ബിസിനസ് ഇൻക്ലൂഡിങ് സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ്. അതായത് ഇവിടെ ഈ ഒരു സ്പെസിഫൈഡ് ബിസിനസ്സിൽ വരുന്ന എക്സ്പെൻഡിച്ചർ ഡിഡക്ഷൻസ് അലൗഡ് ആണെന്ന് പറയുന്നു. അപ്പോൾ അതിൽ അപ്ലിക്കബിൾ ആവുന്നത് ഏത് SSCസിനാണ്? സ്പെസിഫൈഡ് ബിസിനസ് അത് സെറ്റപ്പ് ചെയ്യുക, അത് നടത്തുക, അത് സെറ്റപ്പ് ചെയ്തിട്ട് അത് ഓപ്പറേറ്റും ചെയ്യണം, അങ്ങനെയുള്ള SSC. അപ്പോൾ ഏതൊക്കെയാണ് സ്പെസിഫൈഡ് ബിസിനസ് എന്നാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. നോക്കാം. കോൾഡ് ചെയിൻ ഫെസിലിറ്റിയാണ് ഫസ്റ്റ് സ്പെസിഫൈഡ് ബിസിനസ് ആയിട്ട് പറയുന്നത്. എന്താണ് കോൾഡ് ചെയിൻ ഫെസിലിറ്റീസ്? അതിൽ എന്തൊക്കെയാണ് അലൗഡ് ആവുന്നത്? ഡയറി പ്രൊഡക്റ്റ്, മെറൈൻ, പോൾട്രി എന്ന് പറയുമ്പോൾ ഈ കോഴി വളർത്തലുണ്ടല്ലോ, കോഴി ഫാം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് കോൾഡ് ചെയിൻ ഫെസിലിറ്റീസിൽ വരുന്നത്. പിന്നെന്താ, വെയർ ഹൗസിങ് ഫെസിലിറ്റീസ്. ഈ ഫാം ചെയ്തിട്ടുള്ള, അഗ്രികൾച്ചർ ചെയ്തിട്ടുള്ള ക്രോപ്സ്, അതിൻ്റെ പ്രോഡക്ട്സ് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിന് വെയർ ഹൗസ് നിർബന്ധമാണ്, അത്യാവശ്യമാണ്. അപ്പോൾ വെയർ ഹൗസിങ് ഫെസിലിറ്റീസ് കൊടുക്കുന്ന ബിസിനസ്. പിന്നെ പൈപ്പ് ലൈൻ, ഓയിൽ പൈപ്പ് ലൈന്. പിന്നെ ഹോട്ടൽ ഓഫ് 2 star ഓർ എബവ് കാറ്റഗറി. 2 star അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വരുന്ന 3, 4, 5 ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഹോട്ടൽസ്. പിന്നെ ന്യൂ ഹോസ്പിറ്റൽസ്, ഹൗസിങ്, ഫെർട്ടിലൈസർ പ്ലാന്റ്, ബീ കീപ്പിംഗ് എന്ന് പറയുന്നത് ഈ തേനീച്ച വളർത്തൽ. അപ്പോൾ അങ്ങനെ എക്സെട്ര ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് സ്പെസിഫൈഡ് ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെസിഫൈഡ് ബിസിനസ് അത് സെറ്റപ്പ് ചെയ്തിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന SSCസിനാണ് ഈ ഒരു സെക്ഷൻ പ്രകാരം, അതായത് സെക്ഷൻ 35AD പ്രകാരം ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത്. ക്ലിയർ? ഇനി അതിൽ വരുന്ന കണ്ടീഷൻസും ഡിഡക്ഷൻസും നോക്കാം. കണ്ടീഷൻ എന്താ പറയുന്നത്? എനി എക്സ്പെൻഡിച്ചർ ഓഫ് ക്യാപിറ്റൽ നേച്ചർ ഇൻകേർഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് എനി സ്പെസിഫൈഡ് ബിസിനസ്. ഇവിടെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം പറയുന്നില്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺലി. ക്യാപിറ്റൽ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചർ, അവിടെ ബ്രാക്കറ്റിൽ കുറച്ച് എക്സ്ക്ലൂഡിങ് ക്യാപിറ്റൽ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചർ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്?
Expenditure incurred on acquisition of land or goodwill or financial instruments. Land അല്ലെങ്കിൽ goodwill അല്ലെങ്കിൽ financial instrumentsൻ്റെ acquisition അതിൻ്റെ അത് എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വന്നിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അവിടെ എക്സ്ക്ലൂഡഡ് ആണ്. അതൊഴിച്ച് വരുന്ന ബാക്കി എല്ലാ ക്യാപിറ്റൽ നേച്ചറിലുള്ള എക്സ്പെൻസസും എന്താണ് ഡിഡക്ഷൻസിന് അലൗഡ് ആണ്. ഇവിടെ കണ്ടീഷനായിട്ട് പറയുന്നത് എന്താ, സ്പെസിഫൈഡ് ബിസിനസ് എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കണം. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി ഇൻകർ ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ മാത്രമാണ് ഡിഡക്ഷൻസിന് അലൗഡ് ആവുന്നുള്ളൂ. അതിൻ്റെ ഡിഡക്ഷൻസ് എത്രയാണ്? 100% ഡിഡക്ഷൻസ് വിൽ ബി അലൗഡ്. 100% ഡിഡക്ഷൻസ് ആണ് അലൗഡ് ആവുന്നത്. ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 10ാമതായിട്ട് എന്താ വരുന്നത്? പേയ്മെൻറ്റ് ടു റൂറൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് സെക്ഷൻ 35CCA. റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വരുന്ന ഡിഡക്ഷൻസ് നോക്കാം. Applicable for all assessee who made donation to National Fund for Rural Development, payment of any sum to the National Urban Poverty Eradication Fund. ഈ 2 ഫണ്ടിലോട്ടും ഡൊണേറ്റ് ചെയ്തിട്ടുള്ള അസസിക്കാണ് ഈ ഒരു ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത്. ഏതാണ്? ഫസ്റ്റ് എന്താ പറയുന്നത്? ഡൊണേഷൻ ടു നാഷണൽ ഫണ്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ അതിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള അസസി, അതേപോലെ തന്നെ നാഷണൽ അർബൻ പോവർട്ടി ഇറാഡിക്കേഷൻ ഫണ്ട് അതിലേക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള 2 ഫണ്ടിലേക്കും പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള അസസീസിന് മാത്രമാണ് ഈ ഒരു സെക്ഷൻ പ്രകാരം സെക്ഷൻ 35CCA പ്രകാരം ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ എത്രയാണ് ഡിഡക്ഷൻ കിട്ടുന്നത്? 100% ഡിഡക്ഷൻസ് വിൽ ബി അലൗഡ്. ഓക്കെ, ഇനി 11ാമത്തത് എന്താ വരുന്നത്? എക്സ്പെൻഡിച്ചർ ഓൺ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രൊജക്റ്റ്. അഗ്രികൾച്ചറിൻ്റെ കൃഷിയുടെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എക്സ്പെൻഡിച്ചർ വരുമ്പോൾ കിട്ടുന്ന ഡിഡക്ഷനാണ് സെക്ഷൻ 35CCCയിൽ പറയുന്നത്. നോക്കാം. where an assessee incurs any expenditure on agricultural extension project notified by the board. ആ ഒരു ബോർഡ് അഗ്രികൾച്ചറൽ ബോർഡ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഇതായിരിക്കണം. അങ്ങനെ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഒരു അസസ്സി ഇൻകർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഈ ഒരു സെക്ഷൻ അണ്ടറിൽ ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഡിഡക്ഷൻസ് ഓഫ് എ സം ഈക്വൽ 150% ഓഫ് സച്ച് എക്സ്പെൻഡിച്ചർ. അതായത് എത്ര എക്സ്പെൻഡിച്ചർ ആണോ ഈ ഒരു അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രോജക്റ്റിൻ്റെ മുകളിൽ ചിലവാക്കിയിട്ടുള്ളത് ആ ഒരു എമൗണ്ടിൻ്റെ ആ ഒരു സമ്മിൻ്റെ 150% വരെ ഡിഡക്ഷൻസ് അലൗഡ് ആണ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി 11ാമത്തത് എന്താ നോക്കാം. എക്സ്പെൻഡിച്ചർ ഓൺ എനി സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് സെക്ഷൻ 35CCD. അതിലെന്താ പറയുന്നത്? എനി എക്സ്പെൻഡിച്ചർ എക്സ്ക്ലൂഡിംഗ് കോസ്റ്റ് ഓഫ് എനി ലാൻഡ് ഓർ ബിൽഡിംഗ് ഓൺ എനി സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്. എന്തെങ്കിലും സ്കിൽ ഡെവലപ്മെൻറ്റിന് ഏതൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ വരുന്ന എക്സ്പെൻഡിച്ചർ അതിൽ എക്സ്ക്ലൂഡ് ആവുന്നത് ബ്രാക്കറ്റിൽ പറയുന്നുണ്ട്. ലാൻഡ് ഓർ ബിൽഡിങ്ങിൽ വരുന്ന അതിൻ്റെ കോസ്റ്റ് എക്സ്ക്ലൂഡഡ് ആണ്. അതൊഴിച്ചിട്ട് ബാക്കി എല്ലാ എക്സ്പെൻഡിച്ചറും ഡിഡക്ഷൻസ് അലൗഡ് ആണ്. അലൗഡഡ് ഹാസ് എ ഡിഡക്ഷൻ ഈക്വൽ ടു 150% ഓഫ് സച്ച് എക്സ്പെൻഡിച്ചർ. ആ ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ മുകളിൽ എത്രയാണോ എക്സ്പെൻഡിച്ചർ അതിൻ്റെ 150% വരെ ഡിഡക്ഷൻസ് അലൗഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? 13ാമത്തെ ഡിഡക്ഷൻ എന്താ? അമോർട്ടൈസേഷൻ ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് സെക്ഷൻ 35D. പ്രിലിമിനറി എക്സ്പെൻസസ് എന്താ? ഒരു ബിസിനസ് അതിൻ്റെ സെറ്റപ്പ് അല്ലെങ്കിൽ അതിൻ്റെ കമൻസ്മെൻറ്റിന് മുമ്പ് തുടങ്ങുന്നതിന് മുമ്പ് വരുന്ന എക്സ്പെൻസസ് ആണ് പ്രിലിമിനറി എക്സ്പെൻസസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ അപ്ലിക്കബിൾ എങ്ങനെയാണ്? ആൻ ഇന്ത്യൻ കമ്പനി ഓർ എ റെസിഡൻറ്റ് നോൺ കോർപ്പറേറ്റ് അസസി. ഇവർക്കാണ് അപ്ലിക്കബിൾ ആവുന്നത് ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ റെസിഡൻറ്റ് നോൺ കോർപ്പറേറ്റ് അസസി. ഇപ്പോൾ ഫോറിൻ കമ്പനി ആണെന്നുണ്ടെങ്കിലും റെസിഡൻ്റ് ആണെങ്കിൽ
ഈ ഒരു സെക്ഷൻ കവർ ചെയ്യില്ല. ഇന്ത്യൻ കമ്പനി തന്നെ ആയിരിക്കണം. ഫോറിൻ കമ്പനിയാണ്, പക്ഷേ ഇന്ത്യൻ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ അത് അപ്ലിക്കബിൾ അല്ല. ഇന്ത്യൻ കമ്പനി തന്നെ ആയിരിക്കണം. ഓക്കെ, പിന്നെ അതിൻ്റെ കണ്ടീഷൻ എന്താ വരുന്നത്? SSC ഹാസ് ഇൻകേർഡ് സർട്ടൈനിങ് എമൗണ്ട് ഹാസ് പ്രിലിമിനറി എക്സ്പെൻസസ്. അതായത് പ്രിലിമിനറി എക്സ്പെൻസസ് ആയിട്ട് ഇൻകർ ചെയ്തിട്ടുള്ള ചിലവായിട്ടുള്ള എമൗണ്ട് മാത്രമാണ് ഇവിടെ ഈ ഒരു സെക്ഷൻ്റെ അണ്ടറിൽ ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഡിഡക്ഷൻസ് എത്രയാണ്? 1/5 of the total preliminary expenses are allowed as a deduction each year for 5 years, yearly 20%. അതായത് ടോട്ടൽ പ്രിലിമിനറി എക്സ്പെൻസസിൻ്റെ 1/5 പോർഷൻ അല്ലെങ്കിൽ 20%, രണ്ടും ഈക്വൽ ആണ്. ഫോർ എക്സാമ്പിൾ 1 lakh ആണ് ടോട്ടൽ പ്രിലിമിനറി എക്സ്പെൻസസ് എങ്കിൽ അതിൻ്റെ 20% കണ്ടാലും 1/5 പോർഷൻ കണ്ടാലും ഈക്വൽ എമൗണ്ടാണ് കിട്ടുന്നത്. എത്രയാണ് കിട്ടുക? 20,000. അപ്പോൾ ഈ 20,000 വെച്ചിട്ട് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ 5 വർഷത്തേക്കാണ് ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത്. ക്ലിയർ? അതായത് 1/5 പോർഷൻ അല്ലെങ്കിൽ 20% ഓഫ് ടോട്ടൽ പ്രിലിമിനറി എക്സ്പെൻസസ് കാണുക. അത് വെച്ചിട്ട് ആ ഒരു 20% വെച്ചിട്ട് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ 5 വർഷത്തേക്ക് ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 1 lakh ആണ് പ്രിലിമിനറി എക്സ്പെൻസസ് എങ്കിൽ അതിൻ്റെ 20% അല്ലെങ്കിൽ 1/5 എടുത്തു കഴിഞ്ഞാൽ 20,000 കിട്ടും. ഈ 20,000 5 വർഷം വെച്ചിട്ട് ഡിഡക്ഷൻസ് അലൗഡ് ആകുമ്പോൾ എത്ര ഡിഡക്ഷൻസ് ആവുന്നത്? 5 വർഷത്തേക്ക് 1 lakh ഡിഡക്ഷൻസ് ആയി. ക്ലിയർ? അപ്പോൾ ഓരോ വർഷം 20,000 വെച്ചിട്ട് ഡിഡക്ഷൻ, അങ്ങനെ 5 വർഷം. ഇനി 14ാമത്തെ ഡിഡക്ഷൻ എന്താ? എക്സ്പെൻഡിച്ചർ ഓൺ അമാൽഗമേഷൻ ഓർ ഡീമെർജർ ഓഫ് ആൻ ഇന്ത്യൻ കമ്പനി, സെക്ഷൻ 35DD. അതിലെന്താ പറയുന്നത്? ഡിഡക്ഷൻ ഓഫ് 20% ഓഫ് സച്ച് എക്സ്പെൻഡിച്ചർ ഫോർ ഈച്ച് ഓഫ് ദ സക്സസീവ് 5 years ബിഗിനിങ് വിത്ത് ദ ഇയർ ഇൻ വിച്ച് അമാൽഗമേഷൻ ഓർ ഡീമെർജർ ടേക്ക് പ്ലേസ്. അതായത് ഒരു ഇന്ത്യൻ കമ്പനിയായിട്ട് അമാൽഗമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓർ ഡീമർജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് 5 വർഷത്തേക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ 20% ആണ് ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത്. ക്ലിയർ? അപ്പോൾ ആ ഒരു അമാൽഗമേഷൻ അല്ലെങ്കിൽ ഡീമർജർ എന്നാണോ നടന്നിട്ടുള്ളത് അത് മുതൽ 5 വർഷത്തേക്കാണ് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ തന്നെയാണ് ഇവിടെ ഡിഡക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അമാൽഗമേഷൻ അല്ലെങ്കിൽ ഡീമർജർ ഓഫ് ആൻ ഇന്ത്യൻ കമ്പനി അതിൽ വരുന്ന എക്സ്പെൻസസ് ആണ് ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത്. ഓക്കെ, ഇനി 15ാമത്തേത് എന്താ? എക്സ്പെൻഡിച്ചർ ഓൺ വോളണ്ടറി റിട്ടയർമെൻറ്റ്, സെക്ഷൻ 35DDA ആണ് പറയുന്നത്. അതായത് ഏതെങ്കിലും എംപ്ലോയീസ് കമ്പനിയിൽ നിന്നും വോളണ്ടറി സ്വമേധയാൽ റിട്ടയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് അത് ഒരു എക്സ്പെൻഡിച്ചറായിട്ട് മാറാം. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ എക്സ്പെൻഡിച്ചർ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഡിഡക്ഷൻസ് ഓഫ് 20% ഓഫ് ഈച്ച് എക്സ്പെൻഡിച്ചർ ഫോർ ഈച്ച് ഓഫ് ദ സക്സസീവ് 5 year ബിഗിനിങ് വിത്ത് ദ ഇയർ ഇൻ വിച്ച് ദ എക്സ്പെൻഡിച്ചർ വാസ് ഇൻകേർഡ്. അതായത് എക്സ്പെൻഡിച്ചർ എന്നാണോ സംഭവിച്ചിട്ടുള്ളത്, എന്നാണോ എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുള്ളത് അത് മുതൽ 20% ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ആ ഒരു ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ 20% 5 വർഷത്തേക്കാണ് ഡിഡക്ഷൻസ് അലൗഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്നാണോ വോളണ്ടറി റിട്ടയർമെൻറ്റ് ചെയ്തിട്ട് എക്സ്പെൻഡിച്ചർ കമ്പനിക്ക് ഉണ്ടാവുന്നത് അത് മുതൽ 5 വർഷത്തേക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ 20% ഡിഡക്ഷൻസ് ആണ് കിട്ടുന്നത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ഡിഡക്ഷൻ, അതായത് 16th ഡിഡക്ഷൻ നോക്കാം. എക്സ്പെൻഡിച്ചർ ഓൺ പ്രോസ്പെക്റ്റിംഗ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് മിനറൽ സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 7. ഷെഡ്യൂളിൽ 7 സ്പെസിഫൈ ചെയ്തിട്ടുള്ള മിനറൽസ് അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ്. അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഡിഡക്ഷൻ നോക്കാം. അപ്ലിക്കബിൾ ടു എനി ഇന്ത്യൻ കമ്പനി ഓർ റെസിഡൻറ്റ്, അവർക്കാണ് ഇത് അപ്ലിക്കബിൾ ആവുന്നത്. ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. പിന്നെ എന്താ പറയുന്നത്? ഡിഡക്ഷൻ എന്താ? ഡിഡക്ഷൻ ഓഫ് ആൻ എമൗണ്ട് ഈക്വൽ ടു 1/10 ഓഫ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ഈച്ച് ഓഫ് ദ 10 സക്സസീവ് പ്രീവിയസ് ഇയർ ബിഗിനിങ് വിത്ത് ദ ഇയർ ഓഫ് കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ്. ഇവിടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ
1/10th പോർഷനാണ് ഡിഡക്ഷൻ അലൗഡ് ആവുന്നത്. അങ്ങനെ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ 5 വർഷമല്ല, ഇവിടെ 10 വർഷത്തേക്കാണ് ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞത് 5 years ആയിരുന്നു. ഇവിടെ 10 years ആണ്. 1/10th പോർഷൻ ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ്. അത് 10 yearsലേക്കാണ് ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് സെക്ഷൻ 35E പ്രകാരമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മിനറൽസിൻ്റെ ഡെവലപ്മെൻറ്റ്, അപ്പോൾ ഏതൊക്കെയാണ് മിനറൽസ് എന്നുള്ളത് ഷെഡ്യൂൾ 7ൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവിടെ പഠിക്കാനില്ല. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. എക്സ്പെൻഡിച്ചർ ഓൺ പ്രോസ്പെക്ടിംഗ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് മിനറൽസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 7 സെക്ഷൻ 35E പ്രകാരം ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ 1/10th പോർഷൻ. അത് ഓരോ വർഷവും 10 വർഷത്തേക്കാണ്. ഓരോ വർഷവും 1/10th പോർഷനാണ് ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത്. ഓക്കെ, ഇനി കുറച്ച് മറ്റ് ഡിഡക്ഷൻസ് ആണ്. അത് സെക്ഷൻ 36. ഇതുവരെ നമ്മൾ പറഞ്ഞത് സെക്ഷൻ 35 ആയിരുന്നു. ഇനി സെക്ഷൻ 36 കുറച്ച് മറ്റ് ഡിഡക്ഷൻസ് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അണ്ടർ സെക്ഷൻ 36 ദ ഫോളോയിങ് അതർ ഡിഡക്ഷൻസ് ആർ അലൗവബിൾ. ജസ്റ്റ് പോയിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും എന്താ നോക്കാം. ഫസ്റ്റ് വൺ, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് റിസ്ക് ഓഫ് ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് സ്റ്റോക്ക് യൂസ്ഡ് ഫോർ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റോക്ക്, അത് ആ ഒരു സ്റ്റോക്ക് എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ എന്നുള്ള ഒരു റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ റിസ്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് വേണ്ടിയിട്ട് എന്താണ് പ്രീമിയം പേ ചെയ്യണം. പീരിയോഡിക്കൽ ബേസിസിൽ പ്രീമിയം പേ ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രീമിയം വന്നിട്ട് എക്സ്പെൻഡിച്ചറാണ്, അത് ഡിഡക്ഷൻസ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് എന്താ, ഇൻഷുറൻസ് പ്രീമിയം ഫോർ കാറ്റിൽ പെയ്ഡ് ബൈ ദ ഫെഡറൽ മിൽക്ക് കോർപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് കാറ്റിൽ, കന്നുകാലികൾ വളർത്തൽ, അതിൻ്റെ കന്നുകാലികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻഷുറൻസ്, അതിൻ്റെ എന്തെങ്കിലും ഡെത്ത് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നതിന് ആ ഒരു ലോസ് നികത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ, ഇൻഷുറൻസ് തുടങ്ങി പ്രീമിയം പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബൈ ദ ഫെഡറൽ മിൽക്ക് കോർപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അങ്ങനെയെങ്കിൽ ഡിഡക്ഷൻസ് അലൗഡ് ആണ്. പിന്നെ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് എംപ്ലോയീസ്. കമ്പനിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ്, വർക്കേഴ്സിൻ്റെ ഹെൽത്തിന് എന്തെങ്കിലും ഇൻഷുറൻസ്, ഹെൽത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന പ്രീമിയം എമൗണ്ട്. പിന്നെ ബോണസ് ഓർ കമ്മീഷൻ പെയ്ഡ് ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് എന്തെങ്കിലും ബോണസ് അല്ലെങ്കിൽ കമ്മീഷൻ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിഡക്ഷൻസ് കിട്ടുന്നുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. ബോറോ ചെയ്തിട്ടുള്ള ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. അത് ഓൾസോ എക്സ്പെൻഡിച്ചറാണ് കമ്പനിക്ക്, അതും ഡിഡക്ഷൻ ഉണ്ട്. ദെൻ ഡിസ്കൗണ്ട് ഓൺ സീറോ കൂപ്പൺ ബോണ്ട്. സീറോ കൂപ്പൺ ബോണ്ട് ഈസ് എ ടൈപ്പ് ഓഫ് ബോണ്ട്. അതിൻ്റെ മുകളിൽ ഡിസ്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമ്പനിക്ക് എക്സ്പെൻഡിച്ചറാണ്. അതിൻ്റെ മുകളിലും ഡിഡക്ഷൻസ് അലൗഡ് ആണ് അണ്ടർ സെക്ഷൻ 36 പ്രകാരം. ഓക്കെ, ഇനി പിന്നെ എന്താ പറയുന്നത്, കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം അപ് ടു 10% ഓഫ് സാലറി. സാലറിയുടെ പെർസെൻറ്റേജ് വരെയുള്ള പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ദെൻ കോൺട്രിബ്യൂഷൻ ടു ആൻ അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട്. അപ്രൂവ്ഡ് ആയിട്ടുള്ള ഗ്രാറ്റുവിറ്റി ഫണ്ടിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ദെൻ ബാഡപ്സ് റിട്ടേൺ ഓഫ് ഹാസ് ഇർറിക്കവറബിൾ. അതായത് ബാഡപ്സ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ളത് റിക്കവർ ചെയ്തിട്ടില്ല എങ്കിൽ അത് അടുത്തതായിട്ട് പറയുന്നത് സം റിസീവ്ഡ് ബൈ എംപ്ലോയർ ഫ്രം എംപ്ലോയീസ് ഹാസ് കോൺട്രിബ്യൂഷൻ ടു എനി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർ സൂപ്പർ ആനുലേഷൻ ഫണ്ട്. അതായത് എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നും എംപ്ലോയർക്ക് ഈ ഒരു ഫണ്ടിലേക്ക്, ഈ പറഞ്ഞിട്ടുള്ള ഫണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ സൂപ്പർ ആനുലേഷൻ ഫണ്ടിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ആയിട്ട് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ദെൻ നെക്സ്റ്റ് എന്താ, ലോസ് റിഗാർഡിങ് ആനിമൽ യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആനിമൽസ്, മൃഗങ്ങളെ ഉപയോഗിച്ചിട്ട് അതിൽ വല്ല ലോസും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ എഴുതാത്തൊരു കാര്യം കൂടിയുണ്ട്, കോൺട്രിബ്യൂഷൻ ടു എ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇത്രയും അണ്ടർ സെക്ഷൻ 36 പ്രകാരം ഡിഡക്ഷൻസ് അലൗഡ് ആയിട്ടുള്ളതാണ്.
ഓക്കെ, PGBPയുടെ അണ്ടറിൽ ഡിഡക്ഷൻസ് അലൗഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് PGBPയുടെ അണ്ടറിൽ ഡിഡക്ഷൻസ് അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് മസ്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. മെയിൻ കണ്ടീഷൻ എന്താണ്? PGBPയുടെ അണ്ടറിൽ ഡിഡക്ഷൻസ് അലൗഡ് ആവണമെന്നുണ്ടെങ്കിൽ മെയിൻ കണ്ടീഷൻ എന്താ? ഇറ്റ് ഷുഡ് ബി expended only or exclusively for the purpose of such ബിസിനസ് ഓർ പ്രൊഫഷൻ. അതായത് ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടിയിട്ട് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പകുതിയായിട്ടോ അതിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതായിരിക്കണം ആ ഒരു എക്സ്പെൻസസ്. എങ്കിൽ മാത്രമാണ് ഡിഡക്ഷൻസ് അലൗഡ് ആയിട്ടുള്ളൂ. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ഇറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു ദ പ്രീവിയസ് ഇയർ കൺസേൺ. അതായത് കഴിഞ്ഞ വർഷത്തെ കൺസേണിലുള്ളതായിരിക്കണം. അതായത് ഇപ്പോൾ ഈ കറൻറ്റ് ഇയറിൽ ഡിഡക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസസ് എല്ലാം പ്രീവിയസ് ഇയറിലതായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എക്സ്പെൻഡിച്ചർ ഷുഡ് നോട്ട് ബി ഫോർ പേഴ്സണൽ നേച്ചറുള്ളതൊന്നും ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നില്ല. ഇപ്പോൾ നമ്മളിതിൽ പറയുന്നത് ക്യാപിറ്റൽ നേച്ചറുള്ളത് പറഞ്ഞു. പിന്നെ റവന്യൂ നേച്ചറുള്ളതല്ലാതും ഡിഡക്ഷൻസ് അലൗഡ് ആണ്. അത് സെക്ഷൻ 37 സബ്സെക്ഷൻ 1 പ്രകാരം റവന്യൂ നേച്ചറിലുള്ളതെല്ലാം ഡിഡക്ഷൻസ് അലൗഡ് ആണ്. പിന്നെ ബാക്കി നമ്മളിതിൽ ക്യാപിറ്റൽ നേച്ചറുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ഏതൊക്കെയാണ് ഡിഡക്ഷൻ എന്നുള്ളത് കംപ്ലീറ്റ് അറിഞ്ഞിരിക്കണം. പിന്നെ അതിൻ്റെ പെർസെൻറ്റേജും അറിഞ്ഞിരിക്കണം. അത് മസ്റ്റാണ്. എങ്കിലാണ് പ്രോബ്ലത്തിൽ വരുമ്പോൾ നമുക്ക് എവിടെയാണ് അത് അപ്ലിക്കബിൾ ആവുന്നത്, എത്രയാണ് ഡിഡക്ഷൻസ് അലൗഡ് ആവുന്നത് എന്നുള്ളത് മനസ്സിലായിട്ട് പ്രോബ്ലം കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഓക്കെ, ഇത്രയാണ് ഡിഡക്ഷൻസ് വരുന്നത്. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളവർക്ക് ചോദിക്കാം. ഇനി ഇത്രയും പറഞ്ഞത് നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോൺസെപ്റ്റ് എല്ലാവരും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ദെൻ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇനിയൊരു ക്ലാസ്സും കൂടി ഉണ്ട്. അതോടുകൂടി നമ്മുടെ ഈ PGBPയുടെ ചാപ്റ്റർ ഫിനിഷ് ആവും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.